രണ്ടാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി, ശുശ്രൂഷകളെപ്പറ്റി വളരെ സംഗ്രഹമായ രീതിയിൽ വരച്ചു കാണിക്കുന്ന അതിപ്രധാനമായ ഒരു ദൈവവചന ഭാഗമാണ്. നമുക്ക് പെട്ടെന്ന് അതൊന്ന് വായിക്കാം. ജനതകൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകൾ പൊട്ടിച്ച് അവരുടെ കയറുകൾ എറിഞ്ഞുകളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ സംഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോലുകൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവേൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവേൻ. ഭയത്തോടെ യഹോവയെ സേവിക്കുവേൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവേൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവേൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും അനുഗ്രഹീതർ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ. ജനതകളും ലോകരാജ്യങ്ങളും ദൈവത്തിനെതിരായി തിരിയുന്നതിലുള്ള ഭോഷത്വവും അപകടവും വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനം വരച്ചു കാണിക്കുന്നു. സമൂഹങ്ങളും വ്യക്തികളും കലഹത്തിലാണ്. ഓരോ വ്യക്തിയുടെയും അകത്തും മനസ്സിലും വലിയ യുദ്ധമുണ്ട്. തൻ്റെ തന്നെ ആശയങ്ങൾ, പദ്ധതികൾ, ആഗ്രഹങ്ങൾ, അവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ എന്തു തീരുമാനമെടുക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നിങ്ങനെ സംബന്ധിച്ച് ഓരോ മനുഷ്യനിലും അവൻ്റെ മനസ്സിൽ തിരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ലോകവും അതിൽ വലിയ ആന്തരികമായ സംഘർഷങ്ങളും നടക്കുന്നുണ്ട്. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും ജാതികളും മതങ്ങളും രാജ്യങ്ങളുമെല്ലാം തമ്മിൽ വലിയ കലഹങ്ങൾ നടക്കുന്നു. എന്നാൽ ഈ കലഹങ്ങളെല്ലാം ആത്യന്തികമായി സൃഷ്ടാവായ സത്യ ദൈവത്തിനെതിരെയുള്ള മനുഷ്യവർഗത്തിൻ്റെ യുദ്ധമാണ്. മനുഷ്യൻ്റെ കലഹങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം അവൻ്റെ വ്യർത്ഥമായ നിരൂപണങ്ങളാണ്. എന്തെല്ലാം പ്രയോജനമില്ലാത്ത ചിന്തകളും പദ്ധതികളുമാണ് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിനു വേണ്ടി നടത്തുന്നത്. അതിൽ ഒരു ചെറിയ ശതമാനം പോലും നാം വിജയിക്കുന്നുമില്ല. ഇത്തരം വ്യർത്ഥമായ പ്രയോജനരഹിതമായ നിരൂപണങ്ങളും കലഹങ്ങളുമെല്ലാം സത്യദൈവമായ യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനായ ക്രിസ്തുവിനുമെതിരായിട്ടുള്ളതാണ്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് അവൻ വഴിതെറ്റിപ്പോകുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് ആലോചിച്ച് തീരുമാനിക്കുന്ന ഏക കാര്യം ദൈവത്തിൻ്റെ ഉപദേശങ്ങളെയും നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ എറിഞ്ഞുകളയുക എന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തെ ഇല്ലാതാക്കുക, ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പൊട്ടിച്ചു കളയുക, ദൈവത്തെ അനുസരിക്കാതെ ദൈവവിരുദ്ധമായ നിയമങ്ങളും ജീവിത രീതികളും ഉണ്ടാക്കി അതിൻ പ്രകാരം ജീവിച്ച് ഭൂമിയെ തിന്മ കൊണ്ട് നിറയ്ക്കുക. അതാണ് ആധുനിക മനുഷ്യൻ്റെ പദ്ധതി. അങ്ങനെ ആധുനിക മനുഷ്യൻ ദൈവിക നിയമത്തിനും സ്വന്തം മനസാക്ഷിക്കും വിരുദ്ധമായ അനേകം നിയമങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, ശിഥിലമാക്കുന്ന നിയമങ്ങളുണ്ടാക്കി ദൈവത്തിനെതിരെ മനുഷ്യൻ യുദ്ധം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും സമ്പൂർണ്ണ ദൈവ നിഷേധമാണ് സമൂഹത്തിൽ എങ്ങോട്ട് നോക്കിയാലും. എന്നാൽ
ദൈവം മനുഷ്യൻ്റെ അഹങ്കാരവും അനുസരണക്കേടും ദുഷ്ടതയും കണ്ട് അവരെ പരിഹസിക്കുകയും കോപത്തോടെ അവരോട് ഇടപെടുകയും ചെയ്യും. മനുഷ്യൻ്റെ ഈ ലോകത്തിലെ തിന്മയുടെ വാഴ്ചയെ പരാജയപ്പെടുത്തി പരിശുദ്ധമായ ഒരു ഭരണകൂടം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ദൈവം തൻ്റെ അഭിഷിക്തനായ ദൈവപുത്രനായ മശിഹായെ നിയമിച്ചിരിക്കുന്നു എന്നാണ് ഈ ദൈവവചന ഭാഗത്തിലൂടെ ദൈവം വ്യക്തമാക്കിയിട്ടുള്ളത്. ക്രിസ്തു ഈ ലോകത്തിൻ്റെ അനുസരണം കെട്ട രാജാക്കന്മാരെയും ജനതകളെയും ശിക്ഷിക്കുകയും നീതിയോടെ ഭരിക്കുകയും ചെയ്യും. എന്നാൽ ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലിയായി തീർന്നതുകൊണ്ട് ആർക്കു വേണമെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പാപത്തെയും മരണത്തെയും ലോകത്തെയും സാത്താൻ്റെ സകല സൈന്യങ്ങളെയും തോൽപ്പിക്കുകയും അവരെ തീത്തടാകത്തിലേക്ക് എന്നേക്കുമായി എറിഞ്ഞുകളഞ്ഞ് നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവം ഭൂമിയിലെ രാജാക്കന്മാരോടും ജനതകളോടും ബുദ്ധി പഠിക്കുവാൻ ഉപദേശിക്കുകയാണ് ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ. ദൈവത്തിനെതിരെ എന്ത് പരിപാടി നോക്കിയാലും അത് വിജയിക്കുവാൻ പോകുന്നില്ല. ദൈവത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവിക നിയമത്തെ ധിക്കരിച്ചിട്ട് ആർക്കും ഒരു പ്രയോജനവും ഒരിക്കലും ഉണ്ടാവുകയില്ല. വെറുതെ ജീവനും ജീവിതവും സമയവും നഷ്ടമാക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപദേശം മനസ്സിലാക്കി അതനുസരിച്ചു ജീവിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനാൽ സത്യദൈവത്തിൻ്റെ പ്രത്യക്ഷതയായ യഹോവയെയും യഹോവയുടെ മനുഷ്യരൂപത്തിലുള്ള പ്രത്യക്ഷതയായ ദൈവപുത്രനായ ക്രിസ്തുവിനെയും സത്യദൈവമായി അംഗീകരിച്ച് ഭയപ്പെട്ട് സേവിക്കുന്നതാണ് മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിപൂർവകമായ വിവേകപൂർവമായ കാര്യമെന്നാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും സന്തോഷവും സമാധാനവും സൗഖ്യവും ലഭിക്കുന്നതും നിത്യതയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നതുമായ കാര്യവും അതുതന്നെയാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു ജീവിച്ചാൽ ആ ദൈവം ശിക്ഷിക്കുവാൻ അധികാരവും ശക്തിയുമുള്ള സർവശക്തനായ ദൈവമാണ് എന്ന് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് ഭയത്തോടെ ദൈവത്തെ സേവിക്കാതെ ദൈവത്തെ ധിക്കരിച്ചു ജീവിച്ചാൽ നമ്മുടെ ജീവിതയാത്ര വിജയകരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയാതെ വരും. മനോഹരമായി നമുക്ക് പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാമായിരുന്ന നമ്മുടെ ജീവിതവും അതിൻ്റെ സാധ്യതകളുമെല്ലാം വഴിമധ്യേ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ നിരാശരായി നാം നശിച്ചു പോകും. ദൈവത്തെ സേവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ജീവിത ശൈലി. അതിനാൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ അംഗീകരിച്ച് അനുസരിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. അവനിൽ ആശ്രയിക്കുന്നവരാണ് അനുഗ്രഹീതർ. ദൈവവിരുദ്ധരായ ലോകം പറയുന്നു, നാം അവരുടെ കെട്ടുകൾ പൊട്ടിച്ച് അവരുടെ കയറുകൾ എറിഞ്ഞുകളയുക. അതാണ് ലോകം നമ്മോട് പറയുന്നത്. ലോകത്തിൻ്റെ പദ്ധതി അതാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ, ബന്ധങ്ങളെ പൊട്ടിച്ച് ദൈവത്തിൻ്റെ വചനത്തെ എറിഞ്ഞ് ദൂരെ കളയുക. എന്നാൽ 118 സങ്കീർത്തനം 27 വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുക. യാഗപശു യാഗവസ്തുവാണ്. വിശ്വാസ ജീവിതമാകുന്ന യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെടുന്ന വിശ്വാസിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. കയറുകൾ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവവചനപ്രകാരം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തോട് ചേർന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ കെട്ടുകൾ. അത്തരം കെട്ടുകളെ പൊട്ടിച്ചു കളയുവാനാണ് ലോകത്തിൻ്റെ ശക്തികൾ നമുക്കെതിരെ പദ്ധതിയിടുന്നത്.
അങ്ങനെ ദൈവിക പ്രമാണവുമായുള്ള നമ്മുടെ ബന്ധത്തെ പൊട്ടിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നമ്മിൽ നിന്നും ദൂരെ എറിഞ്ഞു കളഞ്ഞ് പ്രമാണമില്ലാതെ അധാർമികമായി ദൈവത്തെ മറന്ന് കുത്തെഴിഞ്ഞ് ജീവിക്കുവാനാണ് ലോകം നമ്മെ ആഹ്വാനം ചെയ്യുന്നതും അതിലേക്ക് പ്രലോഭിപ്പിച്ച് നമ്മളെ വലിച്ച് അടുപ്പിക്കുന്നതും. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ ജീവിതമാകുന്ന യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവാകുന്ന നിന്നെ ദൈവവചനമാകുന്ന കയറുകൾ കൊണ്ട് നീ കെട്ടുക. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ നീ അവനോട് ചേർന്ന് നിൽക്കുക, അവനോട് നീ പറ്റിച്ചേർന്ന് നിൽക്കുക. അങ്ങനെ ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ദൈവിക സമാധാനവും സന്തോഷവും സൗഖ്യവും പ്രാപിച്ച് നീ ജീവിതത്തിൽ ജയാളിയായി തീരുക എന്നാണ്, ദൈവമകനായി തീരുക, പൈതലായി തീരുക എന്നുള്ള ഒരു സത്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. അതിനാൽ നിന്നാൽ കഴിയുന്നിടത്തോളം നീ ദൈവവചനം മനസ്സിലാക്കി അത് അനുസരിച്ചു ജീവിക്കണം, ദൈവത്തിന് കീഴടങ്ങണം. അങ്ങനെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവനെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അങ്ങനെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനസ്സിനെ മാറ്റി അതിനെ പുതുക്കി ദൈവവചനം കൊണ്ട് പഴയതിനെ കഴുകിക്കളഞ്ഞ് പുതിയതിനെ സൃഷ്ടിച്ച് ഒരു പുതിയ സൃഷ്ടിയായി പുതിയ മനുഷ്യനായി തീർന്ന് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ അർപ്പിക്കുക, അവനെ അനുസരിച്ച് ജീവിക്കുക. ക്രിസ്തുവിനെ പോലെ ദൈവത്തെ അനുസരിക്കുന്ന മാതൃക, ക്രിസ്തുവിൻ്റെ മാതൃക അനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി കെട്ടപ്പെട്ട് ലോകത്തെ പോലെ ആകാതെ, ലോകത്തിന് അനുരൂപമാകാതെ വചനം ധ്യാനിച്ച് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. അപ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും വിജയവുമെല്ലാം പ്രാപിക്കുവാൻ ഏതു മനുഷ്യനും കഴിയുന്നത്. പഴയ നിയമ ബലിയർപ്പണ പ്രകാരം പഴയ നിയമകാലത്ത് യാഗമൃഗം കൊല്ലപ്പെടുന്നു. അവയ്ക്ക് പൂർത്തീകരണമായി ക്രിസ്തു നമുക്ക് പകരമായി യാഗമായി തീർന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം യാഗമായി മരിക്കുകയല്ല, യാഗമായി ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ഇത് ത്യാഗപൂർവമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വഭാവത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പാട്ടുകാരൻ പാടിയതുപോലെ, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിന്.